കോപ്പ അമേരിക്കയിൽ ഇക്വഡോറിനെ തോൽപ്പിച്ച് സെമിയിലെത്തിയിരിക്കുകയാണ് അർജന്റീന. ഷൂട്ടൌട്ടിലായിരുന്നു അർജന്റീനയുടെ ജയം. നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. ഷൂട്ടൌട്ടിൽ മെസ്സി ആദ്യ കിക്ക് പാഴാക്കിയെങ്കിലും എമിലിയാനോ മാർട്ടിനസിന്റെ 2 മിന്നൽ സേവുകൾ അർജന്റീനയെ രക്ഷിച്ചു. ഷൂട്ടൌട്ടിൽ 2-നെതിരെ 4 ഗോളിന് ജയിച്ചാണ് അർജന്റീന സെമിയിലെത്തിയത്. മത്സരത്തിൽ മെസ്സി തീർത്തും നിറമങ്ങി. സാധാരണ കളം നിറഞ്ഞു കളിക്കുന്ന മെസ്സിയിൽ നിന്ന് ഇക്വഡോറിനെതിരെ അപകടകരമായ നീക്കങ്ങളോ പാസുകളോ ഒന്നും കണ്ടില്ല. എങ്കിലും നായകനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് സാധാരണ റോഡ്രിഗോ ഡീപോളിന്റെ വാക്കുകൾ ഇങ്ങനെ: മെസ്സി വളരെ റിസ്ക് എടുത്താണ് ഇക്വഡോറിനെതിരെ കളിച്ചത്. അത് അർജന്റീൻ ടീമിനു വേണ്ടിയായിരുന്നു. മെസ്സി പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിരുന്നില്ല. പക്ഷേ മെസ്സി കളിക്കാൻ തീരുമാനിച്ചതോടെ ടീമിന്റെ ആവേശം ഇരട്ടിയായി. ടീമിലേക്ക് തിരിച്ചെത്താൻ മെസ്സി കഠിനമായി പ്രയത്നിച്ചു. മെസ്സി എത്തിയതോടെ കളിക്കളത്തിൽ ഞങ്ങളെല്ലാവരും സുരക്ഷിതരായ ഫീലിംഗ് ആയിരുന്നു. മെസ്സി താളം കണ്ടെത്താതെ പ്രയാസപ്പെട്ടപ്പോൾ കളിക്കളത്തിൽ എല്ലാം ആസ്വദിക്കാനാണ് താൻ മെസ്സിയോട് പറഞ്ഞത്. ഞങ്ങൾക്ക് മെസ്സിയുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. കാരണം ഞങ്ങളുടെ നായകൻ മാത്രമല്ല മെസ്സി, എല്ലാവരുടെയും മൂത്ത സഹോദരൻ കൂടിയാണ്. മെസ്സി എന്ന നായകനെ കിട്ടിയതാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും ഡീപോൾ പറഞ്ഞു. കോപ്പയിൽ 4 മത്സരം പൂർത്തിയായപ്പോൾ മെസ്സിക്ക് ഇതുവരെ ഗോൾ നേടാനായിട്ടില്ല. ചിലിക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ മെസ്സി പെറുവിനെതിരെ കളിച്ചിരുന്നില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.